കെ മുരളീധരന്റെ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുകയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിച്ച കനത്ത പരാജയത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് തീരുമാനിച്ചു എന്ന മുരളീധരന്റെ വാക്കുകൾ കോൺഗ്രസിനെ ചില്ലറയൊന്നുമല്ല അലട്ടിയത്. ഇപ്പോൾ KPCC UDF നേതൃയോഗങ്ങളോട് കെ മുരളീധരൻ മുഖം തിരിക്കുമ്പോൾ വീണ്ടും ആശങ്കയ്ക്ക് ആക്കം കൂടുകയാണ്. ലോക്സഭയിലേക്ക് കേരളത്തിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും തൃശൂരിലെ 3ാം സ്ഥാനവും തുടർന്നുണ്ടായ ഭിന്നതകളും വിജയാഘോഷങ്ങളുടെ തിളക്കം നഷ്ടമാക്കിയ സാഹചര്യത്തിലാണ് KPCC യോഗം നടക്കുന്നത്. തൃശൂരിൽ ആരോപണം നേരിടേണ്ടി വന്ന TN പ്രതാപൻ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ശേഷമുള്ള ആദ്യ യോഗമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനും ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങളുമാണ് യോഗത്തിന്റെ ഉദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതൃപ്തി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് യോഗങ്ങളിൽ നിന്ന് മുരളീധരൻ വിട്ടുനിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ മുരളീധരൻ പിന്നീട് വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് തിരുത്തിയിരുന്നു. അതിനിടെ തൃശൂരിൽ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന KPCC കമ്മീഷൻ അംഗങ്ങൾ കെ മുരളീധരന്റെ വീട്ടിലേക്കുമെത്തിയിരുന്നു. തന്റെ തോൽവിക്ക് പിന്നിൽ ആരെന്ന് പറയാൻ തയ്യാറല്ല എന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ആരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ആര് വിചാരിച്ചാലും നടക്കില്ല. തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDF ഭരിക്കാൻ കഴിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും ആലത്തൂരിലും നേരിട്ട തോൽവിയെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താനാണ് ഇന്ന് തിരുവനന്തപുരത്ത് KPCC UDF നേതൃയോഗം ചേർന്നത്. തൃശൂർ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി കെ മുരളീധരൻ പറഞ്ഞിരുന്നു. മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമവും നടത്തിയിരുന്നു. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തൃശൂർ ജില്ലയിൽ കോൺഗ്രസിൽ കടുത്ത വിഭാഗീയത ഉടലെടുത്തിരുന്നു. VK ശ്രീകണ്ഠൻ തൃശൂർ DCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മുരളീധരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പരസ്യ പ്രസ്താവനകൾ നടത്തിയ നേതാക്കളെ അധ്യക്ഷൻ താക്കീതും ചെയ്തിരുന്നു. എന്നാൽ തൃശൂരിലെ തോൽവി ഏതെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് മുരളീധരന്റെ നിലപാട്. തൃശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDF ഭരിക്കാൻ കഴിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നേതൃത്വത്തെ അറിയിച്ചതായി മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൃശൂരിലെ പരാജയത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷമുയർന്നപ്പോൾ കെ മുരളീധരന് പിന്നിൽ അടിയുറച്ച ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാരും യുവ നേതാക്കളും അണിനിരന്നിരുന്നു. തൃശൂരിലെ വോട്ട് ചോർച്ച കെ മുരളീധരന്റെ അതൃപ്തി കനക്കുമ്പോൾ അനുരഞ്ജനത്തിന് സാധ്യമായ എല്ലാ വഴികളും കോൺഗ്രസ് നേതൃത്വം നോക്കുന്നുണ്ടായിരുന്നു. തൃശൂരിൽ തന്നെ കുരുതി കൊടുത്തുവെന്ന ചിന്ത കെ മുരളീധരനുണ്ടാവുകയും തൃശൂരിലെ യൂത്ത് കോൺഗ്രസുകാർ മുരളീധരന് പിന്നിൽ നിന്ന് കുത്തിയെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TN പ്രതാപനും ചേർന്നാണെന്ന് പരസ്യമായി ആരോപിക്കുകയും ചെയ്തതോടെ തൃശൂരിലെ പരാജയം കോൺഗ്രസിൽ എരിയുകയാണ്. 18 സീറ്റ് വിജയത്തിൽ UDF നിൽക്കുമ്പോഴും അതിന്റെ മാധുര്യം തൃശൂരിലെ 3ാം സ്ഥാനം കെടുത്തുന്നുണ്ട്. BJPക്ക് തൃശൂർ പിടിക്കാൻ അവസരമൊരുങ്ങിയത് വലിയ വിമർശനത്തിനും പാർട്ടിക്കുള്ളിലും പുറത്തും കാരണമായിട്ടുണ്ട്. തൃശൂരിലെ കോൺഗ്രസിനുള്ളിലെ കലഹവും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന കെ മുരളീധരന്റെ പ്രഖ്യാപനവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പണ്ട് താൻ കൊണ്ടു നടന്ന ഒടുവിൽ കൈമോശം വന്ന KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചുപിടിക്കാൻ കിട്ടിയ അവസരമായാണ് മുരളീധരൻ ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. KPCC അധ്യക്ഷ സ്ഥാനം നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ ഒരു സാധ്യത നിലവിലെ സമ്മർദ്ദ സമയത്ത് ഉണ്ടെന്ന് കരുണാകരന്റെ പുത്രനായ മുരളീധരൻ കരുതുന്നുണ്ട്. പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ച മുരളീധരനെ അനുനയിപ്പിച്ച് മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ ഒത്തുതീർപ്പിന് പാർട്ടി വഴങ്ങുമെന്ന് ചില മുരളി അനുകൂലികളായ യുവ നേതാക്കളും കരുതുന്നുണ്ട്. താൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്ന് മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോഴത്തെ മുരളീധരന്റെ ഒഴിഞ്ഞുമാറലും അനുനയത്തിൽ വീഴാതെയുള്ള നീക്കങ്ങളും മറ്റു വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് വേണം പറയാൻ.